ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇളനീർ ഷെയ്ക്ക്, അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ഒരു കരിക്കൻ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാല് കട്ടയാക്കി എടുത്തിട്ടുണ്ട്, നമ്മുടെ കട്ടപ്പാല്. കൂടെ ഒരു 4 ഈന്തപ്പഴത്തിൻ്റെ കുരു എല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിക്ക്. അപ്പം എനിക്കിന്ന് ഇവിടെ കുറച്ച് മൂത്ത കരിക്കാണ് കിട്ടിയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അധികം മൂക്കാത്ത കരിക്ക് കിട്ടുകയാണെങ്കിൽ അതാകും ഏറ്റവും രുചി. കൂടെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര. പക്ഷെ ഞാൻ ഈ പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, ആദ്യം ഒന്ന് അടിച്ച് നോക്കിയിട്ട് ആവശ്യമനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ കരിക്കും പഞ്ചസാരയും ഈന്തപ്പഴവും എല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം മിക്സിയിൽ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ കരിക്ക് ഒട്ടും ചൂടാകാൻ പാടില്ല. കരിക്ക് ചൂടായി കഴിയുമ്പം നമ്മുടെ ഷേക്കിന് വേറൊരു ടേസ്റ്റായി പോവും. അപ്പോൾ ഇങ്ങനെ കരിക്ക് ചൂടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടപ്പാലോ അല്ല കുറച്ച് തണുത്ത വെള്ളമോ ഐസ് ക്യൂബ്സോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇന്നിപ്പോൾ ഈ ഷേക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്ന കട്ടപ്പാലിൽ ഒരു 2-3 കട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ സാധാ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന അത്രയും പഞ്ചസാര ഇതിന് ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിൽ ഈന്തപ്പഴമൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് ഞാനൊരു കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബൂസ്റ്റോ ഹോർലിക്സോ നമുക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്താ കരിക്കും ഈന്തപ്പഴമൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ കരിക്ക് അരയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി അടിച്ചെടുത്ത കരിക്കിലേക്ക് ഞാൻ ബാക്കി എടുത്തു വെച്ചേക്കുന്ന കട്ടപ്പാലും കൂടെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടെ ഒന്നും കൂടെ അടിച്ചെടുക്കണം. കൂടെ ഒരു 1 ടീസ്പൂൺ അളവിൽ ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നമുക്ക് ഇഫ്താറിന് കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കരിക്കിൻ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഷേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി അതിന് മുകളിൽ കുറച്ച് ബൂസ്റ്റും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ വെച്ച് കൊടുത്തൊന്ന് അലങ്കരിക്കാം. എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ കരിക്കിൻ ഷേക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.